കരയല്ലേ? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മളിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഒട്ടും സംശയിക്കണ്ട, ഇത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഭാര്യ തന്നെയാണ് ഈ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ഗോപൻ സ്വാമി വിഷയത്തിൽ തുടക്കം മുതൽ പറയുന്നുണ്ട്. ആ ഒരു വീട്ടുകാർക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച്, നമ്മുടെ നിയമവ്യവസ്ഥയെ കുറിച്ചിട്ട്, നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തെ കുറിച്ചിട്ടോ ഒന്നും വേണ്ട. പഞ്ചായത്തിൽ പോയിട്ട് ഒരു കാർഡ് വാങ്ങിക്കണം, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, ജനിച്ചു കഴിഞ്ഞാലൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ട്, ഇവിടെ പോലീസ് ഉണ്ട്, ഇവിടെ നിയമ സംവിധാനം ഉണ്ട്. ഇമാതിരി കാര്യങ്ങളൊക്കെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തൊരു പാവം വീട്ടുകാരാണ് അവർ. ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഗോപൻ സ്വാമിയുടെ ഭാര്യയെ കുറിച്ച് തന്നെയാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുക ഒന്നും വ്യക്തത ഇല്ലല്ലോ എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ പറഞ്ഞ കാര്യമായിരിക്കില്ല കുറച്ച് സമയം കഴിഞ്ഞ് പറയാം. ഒരിക്കൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെ പെട്ടെന്ന് മാറിയിട്ട് ഇവർ പെട്ടെന്ന് ദൈവവിശ്വാസത്തിലേക്ക് പോകും. രണ്ട് പ്രശ്നങ്ങളാണ് എനിക്ക് ആ ഒരു വീട്ടുകാരെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. ഒന്ന്, അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദൈവത്തെ കുറിച്ച് അവർ ആർഡൻ്റായിട്ട് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ദൈവവിശ്വാസം പറയുന്ന ആളുകൾ പോലും വിശ്വസിക്കാത്ത രീതിയിൽ, അതിനേക്കാൾ ഭീകരമായിട്ട് ആ ഒരു വിശ്വാസധാരയിൽ അങ്ങേയറ്റം മുഴുകി ജീവിക്കുന്ന ആളുകളാണ്. പച്ചപാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അത്തരത്തിലൊരു മാനസിക പ്രശ്നമുള്ള ആളുകൾ എന്നൊക്കെ വെച്ച് നമുക്ക് മാറ്റി തീർക്കാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ യുക്തിവാദികളൊക്കെ വിശ്വാസത്തെ അല്ലെങ്കിൽ ദൈവവിശ്വാസം പേര് നടക്കുന്ന ആളുകളെ മാനസിക രോഗികൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തായാലും ഞാൻ അങ്ങനെയൊന്നും വിളിക്കുന്നില്ല. എങ്കിലും ആ ഒരു വിശ്വാസം അവർ അങ്ങനത്തിന് വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഈ വിശ്വാസം മാത്രമാണ് അവരുടെ ജീവിതം. ദൈവം പറയുന്നത് മാത്രമാണ് ജീവിതം. ഞാൻ സംസാരിക്കുന്ന പോലും ദൈവത്തിന്റെ ഒരു കരുണ കൊണ്ടാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഈ ആളുകള് ഇപ്പൊ പതുക്കെ പതുക്കെ സർട്ടിഫിക്കറ്റ് എന്നുള്ള വാക്ക് കേൾക്കുന്നു, പഞ്ചായത്ത് എന്നുള്ള വാക്ക് കേൾക്കുന്നു, കൗൺസിൽ എന്നുള്ള വാക്ക് കേൾക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ കൗൺസിലറെ അറിയിക്കണം, അല്ലെങ്കിൽ ഒരു സാക്ഷി വേണം, നമ്മൾ മാത്രം പോരാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ തിരിച്ചറിയുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ആ ഗോപൻ സ്വാമി സ്വാഭാവികമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഗോപേട്ടൻ വളരെ സ്വാഭാവികമായിട്ടൊരു മരണത്തിന് കീഴടങ്ങിയതാവാം. അങ്ങനെ മരിച്ചു കഴിഞ്ഞ ശേഷം അവിടെ കൊണ്ടുപോയിട്ട് ബോഡി ഇരുത്തിയതായിരിക്കാം എന്ന സംശയത്തിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ഇവരെ പറയുന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ വയ്യ. എന്തൊക്കെയാലും ഇപ്പോൾ പറയുന്നത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. ആ സങ്കടമുള്ള കാര്യം, ഒന്ന്, ഈ അമ്പലം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയത്തിലാണ് ഈ പാവം വീട്ടുകാരിയ്ക്കുന്നത്. എന്തായാലും ഒരു മനുഷ്യൻ നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിന്റെ റിയാക്ഷൻ ആണ്, ഒന്ന് കേട്ടു നോക്കാം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മളിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു. നമുക്ക് സങ്കടം വരും. കാരണം നമ്മൾ ഒരു നമ്മൾ ഓട്ടിച്ചോ അല്ലെങ്കിൽ പിടിച്ചോർച്ചോ വഞ്ചിച്ചോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഭഗവാന്റെ കൃപയിൽ നിങ്ങൾക്ക് സത്യം ന്യായവും നീതിയും പുലർത്തണമെങ്കിൽ ഭഗവാൻ തന്നെ തീരുമാനിക്കണം. ഞാനല്ല സംസാരിക്കണം. കാരണം ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എനിക്ക് ശക്തി തന്നു നിങ്ങളോട് സംസാരിക്കണം. നോക്കൂ, ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് സംസാരിക്കുന്നു എന്നുള്ള മാത്രമാണ്. ഒപ്പം തന്നെ പറഞ്ഞത് ആളുകളൊക്കെ ഇവരെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇത് ആര് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്തിനു ഭീഷണിപ്പെടുത്തണം? ഒന്നെങ്കിൽ ചുറ്റുപാടുള്ള ആളുകളായിരിക്കാം, ആളുകൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം. അത് ഈ പാവ അമ്മയ്ക്ക് ഒരു വലിയ ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ട്. പല ആൾക്കാരോട് ചെല്ലുന്നുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായി ചെല്ലുന്നത്. ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്ത ആൾ പോലും പറയുന്നത് അവിടെ ആളുകൾ വരുന്നുണ്ടെന്ന് പറയുന്നു, ആരെയും കാണാനില്ല. ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ ആളുകൾ എത്തുന്നില്ല, അതിന്റെ അപ്പുറത്തേക്കുള്ള ആളുകളൊന്നും അവിടേക്ക് എത്തുന്നില്ല. ഇപ്പോൾ വേറെ പ്രശ്നത്തിൽ അവരാരും ഭീഷണിപ്പെടുത്തുന്നത് എന്തിന്റെ പേരിലാണ് ഭീഷണിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? അത് മരണമല്ല, അത് കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ഇതിനുശേഷം നിങ്ങളെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ? അത് ഈ അമ്പലം മുഴുവൻ നാട്ടുകാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണോ? ആരൊക്കെ എങ്ങനെയൊക്കെ അവരെ ഭീകരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ഈ അമ്മച്ചി തുറന്നു പറയുന്നു. എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആള് സമാധിയായി. അതിൻ്റെതാ പൂജകള് മോനെ നേരത്തെ പറഞ്ഞു കൊടുത്തോണ്ട് അമ്മ അതനുസരിച്ച് ചെയ്തു. പക്ഷെ അതിന്റെ കൂടെ എന്റെ വരുമാനവും ഞാനും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കരഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ട് അച്ഛന്റെ വാക്ക് ഞാൻ പാലിക്കിട്ട് അമ്മ കരയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മോനും അറിഞ്ഞില്ല. പക്ഷെ ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മോനും അറിയില്ല എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. കാരണം അച്ഛൻ മരിച്ചു എന്ന്, സമാധിയായെന്ന്, മരിച്ചു അല്ലെങ്കിൽ സമാധി രണ്ടും ഒന്ന് തന്നെ നമുക്കിപ്പോൾ വിചാരിക്കാം. എന്തായാലും അങ്ങനെ ആയെന്ന് അമ്മയോട് വന്ന് പറയുന്നത് മകനാണ്. മകൻ പറയുന്നുണ്ട്, അമ്മ കരയല്ലേ, ഉറക്കെ കരയല്ലേ, കുറെ പൂജകളൊക്കെ ചെയ്യാറുണ്ട്, അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ അടക്കം ചെയ്യണം. മകനും നിഷ്കളങ്കൻ എന്ന് പറയേണ്ടി വരും. നിഷ്കളങ്കൻ എന്ന് പറയാൻ കാരണം മരിച്ചു കഴിഞ്ഞാൽ സാക്ഷി കൂടി വേണമെന്നുള്ളൊരു സാമാന്യ ധാരണ പോലും ആ മകനില്ല.
അതുകൊണ്ടാണല്ലോ അമ്മയോട് വന്നിട്ട് ഒച്ചവിളിയും കൂട്ടരുത്, ആരും മറയരുത്, അച്ഛൻ ആഗ്രഹിച്ച പോലെ നമുക്ക് അടക്കം ചെയ്യണം അല്ലെങ്കിൽ സമാധി ഇരുത്തണം എന്ന് മകൻ വന്ന് പറയുന്നേ. അപ്പോ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന മകന് അറിയില്ലായിരുന്നു. അതായത് ഇങ്ങനത്തെ സാമാന്യ ബോധം പോലും മകനും ഇല്ലായിരുന്നു എന്നർത്ഥം. ഇതാണ് ഈ പാവം അമ്മ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ല കേട്ടോ. നമ്മള് ഒരു ഭാഗത്ത് ഈ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് അറിയിച്ചില്ല, ആ ബുദ്ധിയൊന്നും നമുക്കില്ലായിരുന്നു. ഇതാണ് അവർ പറഞ്ഞ കാര്യം. ഒരു ഭാഗത്ത് ഇവർക്ക് ഏറ്റവും വലിയ തെറ്റ് ഇപ്പൊ അവർ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ അതാ പറഞ്ഞു, ഇവർ വളരെ പതുക്കെ പതുക്കെ ഒരു മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും മുനിസിപ്പാലിറ്റി മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നിട്ട് അവരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കേസ് ആയതുകൊണ്ട്. അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒരു കേസ് ഇരിക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എന്തായാലും മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പായി, അദ്ദേഹത്തെ അടക്കം ചെയ്യുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പല കാര്യങ്ങൾക്ക് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് ഇനി അവിടെ നടക്കാൻ പോകുന്ന ഒരു വലിയ ആഘോഷമാണ്. ഒരു ശിവപ്രതിഷ്ഠ അവിടെ നടത്തുന്നുണ്ട് അത്രേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് പണത്തിന് ആവശ്യമുണ്ടെന്നേ. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഭൂമി പണയം വെക്കാനെങ്കിൽ അവർ ശ്രമിച്ചിരിക്കാം. പക്ഷെ അതിന് കൂടി നടക്കില്ല. കാരണം അച്ഛന്റെ പേരിലാണ് ഭൂമി എടുക്കുന്നത്. അപ്പോ അച്ഛൻ മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ സംഗതി ഒരു അടി പോലും ഇനി അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല. മക്കൾക്ക് ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ അനാഥമായി പോകാൻ പോലും സാധ്യതയുണ്ട് ആ ഒരു അമ്പലവും ഭൂമിയും നടത്താം. അതിന് പോലും അവിടെ സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റി അനുവദിച്ചിട്ടില്ലെന്ന് കേൾക്കുന്നത്. അപ്പോ മരിച്ച സമയത്ത് ഇങ്ങനെ കൗൺസിലർ ഉണ്ടത്തെ ആ കൗൺസിലിനെ അറിയിക്കണമെന്നുള്ള ബോധം പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നർത്ഥം. ഇതാ ഞാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊരു നിഷ്കളങ്ക വിശ്വാസി കുടുംബമാണ്. അവരെ നമുക്ക് ഇങ്ങനെ ആക്രമിക്കാൻ ശരിയല്ല. അവരെ നമ്മൾ വെറുതെ വിടണം. വെറുതെ വിടുക വെച്ച് കഴിഞ്ഞാൽ ഇനി അവരെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് കാര്യമില്ല, അവരെങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. ആ കുറ്റപ്പെടുത്തലൊക്കെ അവസാനിപ്പിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. എന്റെ ഭർത്താവാണ് എല്ലാ രേഖകളൊക്കെ തയ്യാറാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. മക്കളെ ഏൽപ്പിച്ചത് ഒന്നും ഏൽപ്പിച്ചിട്ടില്ല, എല്ലാം എന്റെ ഭർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മക്കള് അച്ഛനായിട്ടുള്ള ബന്ധമല്ലാതെ രേഖാപരമായിട്ടും ഈ മുനിസിപ്പാലിറ്റി ഇങ്ങനെ കാണണം, പഞ്ചായത്ത് പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെ നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഈ ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. മക്കളെ കണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യിച്ചില്ല എന്ന് മാത്രമല്ല, മക്കൾക്ക് ഈ ഒരു വിശ്വാസ സംഗതി ഭീകരമായിട്ട് കൊടുത്തു, അതിതീക്ഷ്ണമായിട്ട് അവരെ മനസ്സിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്പൂരിക്കുളത്തിൽ ജനിക്കാത്ത മകൻ പോലും പൂണൂലുട്ട്, പൂജ പഠിച്ച് പൂണൂലുട്ട് പൂജാരിയായി. അച്ഛൻ അത്ര വലിയ പൂജയൊന്നും അറിയില്ല, ആകെ ധ്യാനം മാത്രം അറിയുള്ളൂ നമ്മ പറയുന്നുണ്ട്. പക്ഷെ മകൻ പൂജ പഠിച്ച് പൂജാരിയായി. അങ്ങനെയാണ് പൂജിക്കാനൊക്കെ തുടങ്ങുന്നത്. പക്ഷേ അതൊക്കെ മാത്രമേ പഠിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവിടെ പഞ്ചായത്ത് ഉണ്ടെന്നും മുനിസിപ്പാലിറ്റി ഉണ്ടെന്നും ഇമാതിരി പരിപാടികളൊന്നും ഈ മക്കളെ അച്ഛൻ പഠിപ്പിച്ചെടുത്തില്ല, അല്ലെങ്കിൽ മക്കൾക്ക് അച്ഛൻ പരിചയപ്പെടുത്തി കൊടുക്കുക പോലും ചെയ്തില്ല. ആ വീട്, ആ അമ്പലം, പൂജ, ഇത് മാത്രമാണ് അവരുടെ ജീവിതത്തിലെ ആകെ കാണുന്ന ഏക ലക്ഷ്യം. ദൈവം എല്ലാറ്റിലും പുറകിൽ നമ്മളെ സഹായിക്കാനുണ്ടെന്നും ആ പരമകാരുണ്യവാനായിട്ടുള്ള ദൈവം സഹായിക്കുമെന്നാണ് ഇപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുടുംബം വിശ്വസിച്ച് പോകുന്നത്. നമ്മൾ ആരെ കുറ്റം പറയും? ദൈവത്തെ, ഈ കുടുംബത്തെ. പൈസയുടെ പോലും ശിവലിംഗം വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മോനെ എല്ലാ ഐഡിയ അറിയാം. അച്ഛനും മോനും കൂടെ ഈ ക്ഷേത്രത്തിന് ഇതുവരെ ശില്പിമാരെ നിർത്തി ഇതുവരെയൊക്കെ ചെയ്തത് അച്ഛൻ മോനും. പക്ഷെ അച്ഛൻ പൂജ ധ്യാനത്തിലുള്ള പൂജ, മോൻ പൂജ പഠിച്ചാണ് പൂജയിൽ ചെയ്തത്. അവൻ മഹേശ്വരൻ നമ്പൂതിരിയുടെ പൂജയൊക്കെ പഠിച്ച് അവൻ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം നിങ്ങൾക്ക് എനിക്ക് ഉയരുന്ന കൈലാസമല്ലേ നമ്മൾ പൂജിക്കുന്നത്. പൂജാപരമായിട്ട് എന്താണ് യാതൊരു ഭാവനെല്ലാം അറിയാം. നമ്മൾ തെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊല്ലുമായിരുന്നു. എന്തായാലും ഇപ്പോഴും പറയുന്ന അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവർ വിശ്വാസപ്രകാരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിനുള്ളിൽ ഭഗവാൻ നമ്മളെ കൊല്ലുമായിരുന്നു. ഭയങ്കര വാക്കുകളാണ്. പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അത് അവർ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ സാമൂഹ്യപരമായിട്ടാണോ നമുക്കറിയില്ല കേട്ടോ. എന്റെ പൊന്നോക്കളെ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ക്ഷേത്രം മൊത്തം എഴുതി കൊടുത്താൽ അവർക്ക് സന്തോഷം. അത്രേ ഉള്ളു നാട്ടുകാരെ പ്രശ്നങ്ങൾ. അല്ല, നാട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്റെ ഭർത്താവ് ഇരിക്കുമ്പോൾ തന്നെ കമ്മിറ്റി കൂടി ഉത്സവമൊക്കെ നടത്തുമ്പോ ചോദിച്ചപ്പോ പറഞ്ഞു ആചാര മര്യാദയോടെയൊക്കെ പറഞ്ഞതൊക്കെ
എന്റെ ഭർത്താവും പോറ്റിയും കൂടെ ഒക്കെ പറഞ്ഞു അതൊന്നും അവർക്ക് ഇഷ്ടമല്ല, അവർ ചുരിദാറൊക്കെ ഇട്ടേ വരുള്ളൂ, പിന്നെ കമ്മിറ്റിക്ക് ഇങ്ങനെ റെസ്റ്റ് അവരെ വാനും കൂടെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് സംശയങ്ങളെ അതും ഇതൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ ജാതി ഭേദം എന്ന് പറഞ്ഞാൽ നമുക്കില്ല, പക്ഷെ അവർക്ക് നാട്ടുകാർക്ക് ഞങ്ങൾ നാടാര് ക്ഷേത്രം കൊടുക്കാത്തുള്ള ബുദ്ധി അവർക്കുള്ള മാനസികമായിട്ട് വിഷമങ്ങളായിരിക്കും. സത്യം തോന്നുന്നത് നമ്മള് ഈ ക്ഷേത്രം വെച്ചിട്ട് മനുഷ്യ ആ ജാതിയോ ഭേദം നമ്മൾ നോക്കാൻ പാടില്ല, ദൈവം കൊണ്ടുപോയി നമ്മളെ. കാരണം അങ്ങനെയുള്ള ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എനിക്കും എല്ലാവർക്കും ജന്മം തന്നത് ആ ശിവനാണ് ഇരിക്കുന്നത്. ഞാൻ തെറ്റിയത് എന്നെ അടിക്കും. എന്തായാലും ഇവര് നാടാർ വിഭാഗം എന്ന് പറയുന്നു. അവർ ഇപ്പൊ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും അവരോട് പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാർക്ക് ഈ ഒരു ക്ഷേത്രം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. ഇപ്പൊ ആ നാട്ടുകാരാണ് ഞങ്ങൾ ദ്രോഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഒരു അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പല വിധത്തിലുള്ള ദ്രോഹമായിരിക്കാം, ഈ ഒരു അമ്പലം കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കാം. കാരണം ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്, ഏതൊരു ആരാധനാലയം എന്ന് പറയുന്നത് പണം കുമിഞ്ഞു കൂടുന്ന പ്രദേശങ്ങളാണ്, ഒരു സംശയമില്ല. പല രീതിയിലേക്ക് അവിടേക്ക് പണം കടന്നു വരും. ഇനിയിപ്പോൾ ആ ഒരു നല്ല ബുദ്ധിയും വിവരമുള്ള ഒരുവൻ്റെ കയ്യിൽ ആ ക്ഷേത്രം കിട്ടിക്കഴിഞ്ഞാൽ നല്ല പരസ്യം ചെയ്താൽ മതി. ഗോപൻ സ്വാമി വെച്ചിട്ടായാലും അവിടെ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി അവിടെ ഇന്ന പ്രാർത്ഥന നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ഗംഭീര എന്താ പറയുക, ഈ പരസ്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല അവിടേക്ക് ആൾക്കാർ വരും. ചുറ്റുപാടത്തുള്ള ആൾക്കാർ വരില്ല കേട്ടോ, പക്ഷേ ദൂരദേശത്ത് നിന്ന് അവിടേക്ക് ആൾക്കാർ വരും. കൃത്യമായിട്ട് ബിസിനസ്സായി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒന്നാണ് എല്ലാ തരത്തിലും ഇത്തരം വിശ്വാസ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി ആഗ്രഹിക്കുന്ന നാട്ടുകാരാണ് ഇപ്പോൾ ഇവരെ കൂടുതൽ ദ്രോഹിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അവർ ഭീഷണിപ്പെടുത്തു കൂടി ഉണ്ടായിരിക്കാം, എൻ്റെ തോന്നലാണ് കേട്ടോ. അവർ അമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആരൊക്കെ ഭീഷണിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഊഹം മാത്രമേ ഞാൻ പങ്കുവെക്കുന്നുള്ളൂ. എന്തായാലും അതിൻ്റെ ചുറ്റുപാടത്തുള്ള ആൾക്കാർ ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരിയായിട്ടുള്ള അഭിപ്രായമൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളും നാട്ടുകാർക്ക് വ്യക്തമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പറയുന്നത്. അപ്പോൾ ബൈ.